ഹലോ, ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ അമ്പലത്തിൽ പോയില്ലേ. ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു, ഞാനും ചേട്ടനും കൂടെ. തിരുനക്കര അമ്പലത്തിലെ ഉത്സവമാണ്. ഉത്സവത്തിന് അവിടുത്തെ പോയ വിശേഷവും പോയി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ തിരിച്ചു വരേണ്ടി, ഒരു കാര്യം കണ്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ അത് വാങ്ങിച്ച കാര്യവും അതിവിടെ കൊണ്ടുവന്ന കാര്യം എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്താ ഉച്ച വരെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ച കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ താലം ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഇന്ന് താലമുണ്ട് വൈകിട്ട്. അപ്പം അതിന് നേരത്തെ വീഡിയോ ഇട്ടിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം ഞങ്ങളെ തിരുനക്കര ഉത്സവത്തിന് ഞങ്ങൾ സന്ധ്യയായി. ഇപ്പൊ സമയം 6:30ആയി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ രണ്ടും മാത്രം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തന്നെ പോകണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ പോയി ഉത്സവമൊക്കെ കൂടിയിട്ട് വരാൻ വേണ്ടി പോവാണ്. പോയിട്ടൊക്കെ വരാം കേട്ടോ. ഒരു വിധത്തിൽ ഞങ്ങള് ഇവിടെ എത്തി കേട്ടോ. എൻ്റെ പൊന്നെ ദൈവമേ, എന്തോരു തിരക്കായിരുന്നു നോക്കിയേ. ഭയങ്കര ബ്ലോക്കാണ്. ഒരു വിധത്തിൽ തിരുനക്കര എത്തിയെന്ന് പറയാം. ഓ നോക്കിക്കേ, എന്തോരു തിരക്കാന്ന് നോക്കിയേ. ഞങ്ങളുടെ ജോസ്കോ ഉണ്ടോ, ഞങ്ങളിവിടുന്ന് സ്വർണം മേടിക്കുന്ന കേട്ടോ. ഭയങ്കര ആളാണ്. എന്തോരു തിരക്കാന്ന് നോക്കിക്കേ. എൻ്റെ പൊന്നെ കണ്ടോ. നമ്മുടെ തിരുനക്കരയുടെ അവിടെ തന്നെയാണല്ലോ ജോസ്കോയുടെ മുമ്പിൽ ആരായിരുന്നു വണ്ടി ഓടിക്കുന്നതെന്ന് കണ്ടോ നിങ്ങൾ. അത് കഴിഞ്ഞ് ഗണപതി അമ്പലത്തിൽ കയറി ഗണപതിയേയും തൊഴുത് നേരെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് നേരെ QRC ചെന്ന് നമ്മുടെ ബട്ടർഫ്ലൈയുടെ വിൻറ്റി നല്ല കൂളിംഗ് ആട്ടോ, നല്ല തണുപ്പാണ്. അത് മേടിക്കാൻ വേണ്ടി ചെന്നതാട്ടോ. അങ്ങനെ ഞങ്ങൾ ഉത്സവം കൂടി തിരിച്ചു വന്നപ്പം വാങ്ങിച്ചോണ്ട് വന്ന സാധനം അഴിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനം പിള്ളേർ രണ്ടും കൂടെ ഇങ്ങനെ എടുക്കുന്നു. കാണാൻ വരാം. എടുക്കുന്നു. 2 എണ്ണം മേടിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു, ഒന്നും വിചാരിക്കാതെ പോയതാണ്. കണ്ടോ, ഇനി ഇത് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ കൂളറിനെ നമ്മൾ ഓർക്കാതെ ചുമ്മാ പോയതല്ലേ, ഉത്സവത്തിന് പോയതല്ലേ. അപ്പൊ അവിടെ വേറൊരു ടൈപ്പ് കണ്ടു. അന്നേരം അവര് കള്ളന്മാരാ. അവര് കൂടുതൽ 2 എണ്ണം മേടിച്ചു. നമ്മുടെ തുറക്കുന്നു. പ്രതീക്ഷയില്ലാത്ത സാധനം ഓരോന്ന് പൊങ്ങി വരുന്നു. പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ പെട്ടെന്നാണ്. നിങ്ങൾ 2 എണ്ണപ്പൊക്കെ എടുത്ത പിള്ളേരെ. റെഡി. അങ്ങനെ നമ്മൾ 2 എണ്ണം മേടിച്ചു. കണ്ട 3-4 കവറ് കിട്ടിയല്ലോ ഒന്ന്. നോക്കിയടാ മോനെ, ഇങ്ങോട്ട് കാണിച്ചടാ. കണ്ട, നോക്ക് നിങ്ങൾ നോക്ക്. സൂപ്പർ. ഞങ്ങൾ നോക്കിയപ്പോഴേ നല്ല കാറ്റ്, നമ്മുടെ ഫാനിൽ നല്ല അടിപൊളി കാറ്റ്. അപ്പം നോക്കിക്കേ, സൂപ്പർ. കണ്ട, ഇതായിരുന്നു ഞങ്ങളുടെ ഉത്സവം ഇന്നത്തെ. ഉത്സവത്തിന് പോയി കുറച്ച് നേരം നിന്നു. ഞങ്ങളുടെ ഉത്സവം ഇന്നത്തെ ഇതായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലോട്ട് ഇങ്ങനെ ഒരു സംഭവം മേടിക്കുമെന്ന്. അതിലേക്കൂടെ എല്ലാം നടന്നു, എല്ലാം കഴിഞ്ഞു വെച്ചോർത്തു. ഇങ്ങനെ അവിടെ ഉത്സവത്തിന് കയറുമ്പോൾ അവിടെ വാതിക്ക വെച്ചിട്ടുണ്ട്. അപ്പം ഡെമോ ഒന്ന് കാണിച്ച് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. നല്ല. അപ്പം നമുക്ക് കറണ്ട് കുറച്ച് ലാഭിക്കാം. കാരണം AC കുറച്ച് നേരം ഇട്ടേച്ച് ഇതങ്ങ് ഓണാക്കിയാൽ മതിയല്ലോ. അപ്പം ഞങ്ങൾ പാഴ്സലും മേടിച്ചോണ്ട് പോകുന്നു. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ നോക്കട്ടെ കേട്ടോ. അപ്പോഴേ നമ്മൾ ബട്ടർഫ്ലൈയുടെ
ബട്ടർഫ്ലൈ കമ്പനി ഒന്നും വിചാരിക്കായിരുന്നു വാങ്ങിച്ച കേട്ടോ. അതുകൊണ്ട് ഇതുമായിട്ട് ഞങ്ങൾ QRC വാങ്ങിച്ചേക്കുന്നത്. ഇനി ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റുന്നേരില്ല. നല്ല സുഖമുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മുടെ AC യുടെ പറഞ്ഞാൽ വേറെ തണുപ്പ്. അത് കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓണാക്കി വെച്ചാൽ നമുക്ക് സുഖമാട്ടോ, ഓടിപ്പോയാ. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ വീട്ടിലൊക്കെ കാണുമായിരിക്കും. ഇല്ലാത്തവരുടെ ഇനി ഞങ്ങള് കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് നിർത്താം കേട്ടോ. കഴിക്കുമ്പോ അത് കാണിക്കാം. എന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് ഈ വീഡിയോ നാളെ ആയിരിക്കും കേട്ടോ. നാളെ വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. ഞാനിവിടെ കിടന്ന് നോക്കുന്നത് ഇവിടെ കൊടുക്കുന്നില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊന്നും ആന്ന് മൂന്നും അല്ലാത്ത ഞാനങ്ങ് മൂടും. ശരി, അങ്ങ് വാങ്ങിക്കാന്ന്. അതാണ് ഒന്നും പ്ലാൻ ചെയ്തില്ല കേട്ടോ. ഇവിടെ ഉണ്ട്, രണ്ടെണ്ണം വിളിച്ചു. ഒന്നും പ്ലാൻ ചെയ്തില്ല. പ്ലാൻ ചെയ്യാതെ തന്നെ പോയതാണ് ശരിക്കും പറയാം. അപ്പൊ അപ്പൊ ദേ ഞങ്ങളുടെ രാത്രി ഭക്ഷണം കഴിക്കും കേട്ടോ. പൊറോട്ടയും ചിക്കനും ഞങ്ങൾ വലിയ ഗമ അടിക്കുവാണ്. പാഴ്സൽ മേടിച്ചോണ്ട് വന്നതാണ് അല്ലേ പിള്ളേരെ? കുഴപ്പമില്ലല്ലോ, നല്ലതാണോ? സൂപ്പറാണ്. അവർക്കൊന്നും നോക്കാൻ സമയമില്ല കേട്ടോ, നേരെ ഒന്നും നോക്കാൻ. അവർക്ക് വിശന്ന് പോയി. ഞങ്ങൾ തിന്നുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പൊ രാവിലെ തന്നെ കുളി കഴിഞ്ഞു. ഇന്ന് രാവിലെ എപ്പോഴും കുളിക്കുന്നതിന് നേരത്തെ കുളിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു മരണം ഉണ്ടായി. കാരണം നമ്മുടെ ഡോഗ്സിനെ നോക്കത്തില്ലേ, ഞാൻ പറയത്തില്ലേ, ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം ആക്കിയിട്ട് പോകുന്നത്. പാവ ആ ഡോഗ്സിനെ നോക്കുന്ന അമ്പിളിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി. ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം അവിടെ പോയേച്ച് ഇന്നലെ വൈകിട്ട് മരിച്ചാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ തിരുനക്കര അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞില്ലേ, അമ്പലത്തിൽ ഉത്സവം കൂടി അവിടെ നിൽക്കുമായിരുന്നു. അന്നേരമാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ രാത്രിയായിരുന്നു. അപ്പം നമ്മൾ ശരിയല്ലല്ലോ, രാത്രിയിലൊക്കെ ഇപ്പം പോയി വന്നതേ ഉള്ളൂ. എന്താണേലും പാവം പോയി, എന്ത് പറയാനാ, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞേക്കുന്നല്ലേ. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് തന്നെ വെച്ചേക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോയി, ഞാൻ ചേട്ടനും കൂടെ പോയിട്ട് വന്ന് കുളിയെല്ലാം കഴിഞ്ഞു. അപ്പം ഇതാ ഉപ്പുമാവ് ഉണ്ടാക്കി. ഇന്ന് നമുക്ക് രാവിലെ ഉപ്പുമാവാണ്. ഇന്നലെ ഞങ്ങൾ വൈകിട്ട്, ഞാൻ ഇന്നലത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോ അമ്പലത്തിൽ പോകുന്നതും പോയി വന്നു കഴിഞ്ഞുള്ളതും വരെയുള്ള വീഡിയോ ആണ്. പിന്നെ ഇന്ന് ഉച്ച വരെയുള്ളതും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾക്ക് താലമുണ്ട്. നമ്മുടെ സമാജത്തിന്റെ NSSന്റെ താലം തിരുനക്കര അമ്പലത്തിലോട്ട്, പള്ളിപ്പുറത്ത് കാവിൽ നിന്ന് തിരുനക്കര അമ്പലത്തിലോട്ട് താലം എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് പോകണം. അപ്പം വൈകിട്ട് വീഡിയോ ഇടാൻ സമയം കിട്ടത്തില്ലല്ലോ, അതുവരെ ഉള്ളത്. അതുകൊണ്ട് ഉച്ച വരെ ഉള്ളതുകൊണ്ട് നിർത്തിയിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കും കേട്ടോ. അല്ലെ നമ്മുടെ വീഡിയോ മുടങ്ങത്തില്ലേ. നാളെ തൊട്ട് അന്നത്തെ ഇട്ടോളാം. ഇന്ന് ഉച്ച വരെയുള്ളതുണ്ട്. ഇന്നലെ തൊട്ട്, ഇന്നലെ അമ്പലത്തിൽ പോയതൊട്ട് രാത്രി വരെയുള്ളതും അത് ഭയങ്കര കഥയായിരുന്നു. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഞങ്ങള് വാതുക്കൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോ അവിടെ തന്നെ കൂളറിന്റെ മറ്റേ വെള്ളം ഒഴിക്കാത്ത കൂളറില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ തന്നെ ഒരു കാര്യം നിരൂപിച്ച അപ്പൊ തന്നെ ചേട്ടന് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ അത് വേണ്ട, അവിടുത്തെ വേണ്ട, നമുക്ക് ഒറിജിനൽ QRSലാണ് നമ്മളെല്ലാ സാധനം, AC എല്ലാം QRSലാണ് മേടിച്ചത് എല്ലാ സാധനം. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാന്ന്. അതുകൊണ്ട് അമ്പലത്തിൽ കുറച്ചു നേരം നിന്നിട്ട് ജസ്റ്റ് അപ്പൊ തന്നെ QRS 8 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് QRSലോട്ടാ പോയെ. അത് കഴിഞ്ഞുള്ള കഥ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കി. ഇനി അടുത്ത എന്നാന്ന് വെച്ചാൽ നോക്കട്ടെ. കറിക്കൊക്കെ എന്നാന്ന് ചോറ് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ചോറ് വെച്ചു. മോൻ ഓഫീസിലോട്ട് പോയി വെളുപ്പിനെ. അപ്പൊ ബാക്കി നോക്കട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാട്ടോ. ഞാൻ ദേ പകുതി തിന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് പിടിച്ചില്ലല്ലോ. നേത്തപ്പഴവും പപ്പടം അരിഞ്ഞിട്ടതല്ലേ, അരിഞ്ഞിട്ട് കാച്ചിയതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. ദാ ചേട്ടൻ കാണിക്കുന്നുണ്ടോ, ചേട്ടൻ തന്നെ കഷ്ണിച്ച് കത്രിക വെച്ച് കണ്ടിച്ച് ഇട്ട് വറുത്തതാ കേട്ടോ. അപ്പം കഴിക്കട്ടെ ഞങ്ങളെ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞേട്ടോ. ഇനി അടുത്ത എന്നതാ നമുക്ക് എന്താ കറി എന്നുള്ളത്. അപ്പം നമ്മുടെ ചേട്ടനും അനിയനും കൂടെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഇരിപ്പുണ്ട്. അവരെ രണ്ടിനെയും കൂടെ ഞാനെടുത്ത അങ്ങ് അരിഞ്ഞു മെഴുക്കുരട്ടി വെച്ചേക്കാം. ആരായിരിക്കും ആ ചേട്ടനും അനിയനും? പാവയ്ക്കയും കോവയ്ക്കയും. വല്ല ചേർച്ചയുള്ളവരാണോ വഴക്കിടുവോ എന്നാ സംഭവം എന്നൊന്നും അറിയത്തില്ല. ഇന്നാൾ വെച്ചിട്ടുണ്ട്, നല്ലതായിരുന്നു കേട്ടോ. പാവയ്ക്കയുടെ കയ്പിനെ അനിയച്ചാൽ കുറച്ച്
മാറ്റി കൊടുക്കും. ചേട്ടച്ചാർക്ക് ചിലപ്പോൾ ഇച്ചിരി കയ്പ് കൂടുതലാണെന്നുണ്ടെങ്കിലേ ചേട്ടച്ചാര് വഴക്കാളികൾ കാണത്തില്ലേ, അനിയച്ചാർ വഴക്കില്ലാത്തവരും കാണത്തില്ലേ. അപ്പം വഴക്കാളി ആയ അനിയച്ചാരുടെ കയ്പിനെ നീക്കി കൊടുക്കും, അല്ല ചേട്ടച്ചാരുടെ കയ്പിനെ അനിയച്ചാർ നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോവയ്ക്കും പാവയ്ക്കും കൂടെ. അതേപോലും തികയത്തില്ലായിരുന്നു, ഉള്ള സത്യം പറയാം. നമ്മളെന്തിനാ നുണ അടിക്കുന്നത് അല്ലേ? നുണ അടിക്കല്ലേ നിങ്ങളോട് പറയാനായിരുന്നു കേട്ടോ, കുറച്ച് വാചകം അടിച്ചിട്ട് പറയാനായിരുന്നു. പിന്നെ ഞാൻ ചേട്ടച്ചാറുടെ അനിയച്ചാറുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ നമ്മുടെ 2 പിള്ളേരും നന്ദുവും ചന്തും, അവരെ വീട്ടിൽ വിളിക്കുന്ന നന്ദു ചന്തു, ശ്രീജിത്ത് ശ്രീകാന്ത് കേട്ടോ. അപ്പം നന്ദുവും ചന്തും കൂടെ ഇന്നലെയാണോ കട്ടിലെ ഒന്നിച്ച് 2 കൂടെ കിടന്നപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ലേ, എടുത്തില്ലേ. അപ്പൊ ബിജീസ് കിച്ചണിലെ ബിജി പറയാനേ, ബിജിക്കുട്ടി പറയാ, ചേച്ചി ഞാന് എൻ്റെ പിള്ളേരുടെ കാര്യം ഓർത്തുപോയി, പിള്ളേർ 2 കൂടെ കിടന്നിട്ട് അനിയന് ഇഷ്ടമില്ലെന്ന് ചേട്ടച്ചാല്. എൻ്റെ പൊന്നു ബിജി ഇവിടെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ട്, ഉരുട്ടി പിടിച്ച് രണ്ടാമത്തെ ആൾക്ക് നല്ല ക്ഷമയാണ്, എൻ്റെ സ്വഭാവം കിട്ടിയേക്കുന്നത്. മൂത്തയും ചേട്ടൻ്റെ സ്വഭാവം ഒരു ക്ഷമയില്ല, പെട്ടെന്ന് മുറുകണ്ടെന്നുള്ള സ്വഭാവമാണ് ചേട്ടൻ്റെ. പക്ഷെ മൂത്തവന് അങ്ങനൊന്നും പറയത്തില്ല, ആരോടും ഒന്നും പറയത്തില്ല കേട്ടോ, ക്ഷമയില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും അവനങ്ങനെ ചേട്ടൻ്റെ അത്രയൊന്നും അവന് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്നിട്ട് 2 പേരുടെ ഉരുട്ടി പിടിച്ച് അനിയൻ രണ്ടാമത്തവന് ഭയങ്കര ക്ഷമയാണ്, അവൻ ക്ഷമിച്ച് ലാസ്റ്റ് അവന് കാലി വരും, അവനെ എടുത്ത് മറിച്ച് ഉരുട്ടിയും തിരിച്ചും ഒന്ന് മാറുന്നുണ്ടോ എന്നും പറഞ്ഞു. ഞാനപ്പം വലിയ ഇതൊന്നുമല്ല, ഏതടുത്തോണ്ട് വരുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ അപ്പം ഇതുമൊക്കെ ആയിട്ട് ചെല്ലും, എന്നതാടാ ഇവിടെ പ്രശ്നം, പറയടാ ഇവിടെ പ്രശ്നം, അപ്പം എഴുന്നേറ്റ് ഓടും. ഞാനിപ്പോഴും അങ്ങനെ കുരുട്ടി പിടിക്കുമ്പോൾ 2 കൂടി ഇത് വെച്ചല്ലോ കേട്ടോ പിച്ചി പറിക്കും. പക്ഷെ എന്നാ കൊടുത്തിട്ടും കാര്യമില്ല, തിരിച്ചൊന്നും പറയത്തുമില്ല, ഒരു പ്രതികരണവും ഇല്ല. അങ്ങനെ ഇങ്ങനൊന്നും എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഉരുട്ടി പിടിക്കുന്ന ദിവസം. അല്ലാതെ പിള്ളേർ എത്ര പ്രായമായാലും നമ്മൾ പിച്ചി പറിക്കും അല്ലേ, അങ്ങനെ പിച്ചി പറിക്കണം കൊച്ചിലേ തൊട്ടേ, അന്നെങ്കിലേ അവർക്ക് വലുതാകുമ്പോഴും പിച്ചി പറിക്കുമ്പം ഒരു ടെൻഷനും ഇല്ല, ഒരു സങ്കടവും വരത്തുമില്ല. ചിലവരുണ്ട് മക്കളെ ഒന്നും ചെയ്യത്തില്ലേ, എന്നിട്ട് ഒരു വകയും ചെയ്യത്തില്ല, അടിക്കത്തില്ല, പിച്ചത്തില്ല, വഴക്ക് പറയത്തില്ല, അങ്ങനെയുള്ള പിള്ളേരാണ് വലുതാകുമ്പം എന്തെങ്കിലും നമുക്ക് സങ്കടം വരുന്ന ദേഷ്യം വരുന്ന രീതിയിൽ വല്ലതും കാണിക്കുമ്പോൾ നമ്മൾ വലുതാകുമ്പോൾ പ്രതികരിച്ച് ചിലപ്പോൾ അറിയാതെ ഒറ്റെണ്ണം കൊടുത്തുമ്പോൾ അങ്ങനെയുള്ള പിള്ളേര് മോട്ടർ എന്ന് പറഞ്ഞേ ഇപ്പോൾ ഓടും ചേട്ടൻ ബാത്റൂമിലോട്ട്. എന്തിനാണെന്നറിയാമോ? ബാത്റൂമിലെ വെള്ളം പോയി തുറന്നു നോക്കും, പുറത്തെ വെള്ളം പോയി തുറന്നു നോക്കും, അതിനകത്തൊന്നും വെള്ളം പോകുമ്പോൾ. അപ്പം ഞാൻ തുറന്നില്ല ചോദിക്കും, നീ അതുപോലെ തുറന്നില്ലെന്ന് ചോദിക്കും, ഞാനൊന്ന് തുറന്നിട്ട് വരാം. നിങ്ങളെ ചേട്ടന്മാരും ഒക്കെ ഇങ്ങനെയാണോ? മോട്ടറിന് വെള്ളം നിറഞ്ഞു വെളിയിലോട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഓടുവോ? ഞാൻ വിചാരിക്കും ആദ്യമൊന്നും എനിക്കറിയത്തില്ല ഈ ഓട്ട എന്നത്തിന്റെ ഓട്ടമാണ്. ഈ ട്യൂഷനൊക്കെ ഓടുന്ന പോലെ ഉണ്ടല്ലോ, ഭയങ്കര ഓട്ട. ഇവിടെ ഓടുന്ന പോലെ തന്നെ ആലപ്പുഴയിലെ ചേട്ടന് ഓടും. രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഓടാൻ സമയമില്ല, കാരണം കടയിൽ അങ്ങ് ഇരുത്തിയേക്കുമല്ലേ, അപ്പോട്ട് ഇരുത്തിയേക്കുവാ, അതുകൊണ്ട് രക്ഷയില്ല ഓടാനൊന്നും. മോട്ടർ നിറഞ്ഞു പോയാലും ഒന്നും ഓടാൻ പറ്റത്തില്ല. ഇവിടെ അവിടെയും കിടന്ന് ഓട്ട മത്സരം. ഞങ്ങൾക്ക് അറിയത്തില്ല, എനിക്കറിയത്തില്ല നീ ഓടുന്ന എന്തിനാണ് സംഭവം. പിന്നെ ആ ക്ലിക്കായത് വെള്ളം അത്രയും പോകാതെ ബാത്റൂമിൽ അതിനകത്തോട്ട് വെള്ളം വീഴാൻ വേണ്ടിയിട്ട്. എന്തിനങ്ങനെ ഞാൻ എന്നിട്ട് ഒരു ദിവസം ചോദിച്ചു, ഓടുന്ന വഴിക്ക് വല്ല കാലിൽ തട്ടി വീണ വെള്ളം പോയാൽ പോട്ടെന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അതൊന്നുമല്ല, ഓടുന്നവർ ഓടിത്തന്നെ ഇരിക്കും. അപ്പൊ നമ്മളിപ്പോ ആ കൂടെ ഓടണം. ചിലപ്പോ എങ്ങനെയാന്ന് പറഞ്ഞേ, വെള്ളം പോയി കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുവാണ്, മോട്ടർ നിറഞ്ഞ് വെള്ളം പോയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ സാമടി ഇങ്ങനെ നിൽക്കും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോക്കിയിരുന്നേ, എങ്ങോട്ടാ ഓടുന്നു, എന്തിനാ ഇങ്ങനെ ഓടുന്നു? അപ്പൊ എൻ്റെ അടുത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. എനിക്കൊരു ഫീലിങ്സും ഇല്ലാത്തോണ്ട് ഞാൻ ഓർത്തി എന്തിന് നമ്മുടെ ആരോഗ്യം കളയുന്നു. ഇപ്പൊ കുറച്ച് വെള്ളം പോയി അങ്ങ് ഓട്ടേ ചിരിക്കാനുണ്ട്. ഇപ്പൊ ഇനി അത് നോടണ്ടല്ലോ എന്നോർത്ത് വെറുതെ ഓടിപ്പിക്കണ്ട. തിണ്ണയില് പേപ്പർ എന്തോ നോക്കുക, അപ്പൊ നമ്മൾ വെറുതെ ഓടിപ്പിച്ച് പേപ്പർ വായനയുടെ രസം കളയണ്ടല്ലോ. കേട്ടോണ്ട് വന്നാൽ ചിലപ്പോ കിട്ടും, എനിക്കൊരു സമ്മാനം, വാവച്ച് സമ്മാനം കിട്ടും. അങ്ങനെ എന്തായാലും ഞാൻ വേറെ പറഞ്ഞു വന്നു, എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ടേ. അങ്ങനെ പറഞ്ഞു വരുമ്പം ചിലപ്പം വീഡിയോയിലും പൊട്ടയൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇത് മറച്ചു വെക്കട്ടെ. നമ്മൾ പറഞ്ഞു തന്നെ എന്നായിരുന്നറിയാം. അങ്ങനെ വഴക്ക് പറയാതെ അടിക്കാതെ ഇരിക്കുന്ന പിള്ളേരോട് വല്ലതും പറയുമ്പോൾ അവർ പ്രതികരിച്ചിട്ട് ഇറങ്ങി ഞാൻ ഇപ്പൊ നടച്ചു ബാത്റൂമിലെ വെള്ളം അടയ്ക്കാൻ പോയി.
അപ്പൊ പ്രതികരിക്കും അല്ലെ. അങ്ങനെയുള്ളവരാണ് ഒറ്റ പിടിയിൽ വിടുന്നത്, ഒരു ഇതും ഇല്ലാതെ ഭയങ്കര ദേഷ്യത്തില് കാണാതെ പോയെന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. നമ്മളൊക്കെ തന്നെ ആദ്യം തൊട്ടേ വിച്ചിപ്പറച്ച് അടിച്ചും പിടിച്ചും വളർത്തിക്കൊണ്ട് അങ്ങനെയുള്ള പിണക്കങ്ങളൊന്നും ഇല്ല അവർക്ക്, പിള്ളേർക്ക്. ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അടിക്കാതെയും വഴക്ക് പറയാതെയും ഒക്കെ ഇതായിട്ട് ഭയങ്കര ലാളിച്ചൊക്കെ ഇതായിട്ട് വളർത്തുന്ന പിള്ളേർക്കാണ് അതിനൊക്കെ ദേഷ്യം, അതൊക്കെ പിണങ്ങിയൊക്കെ പോകുന്നത്. നമുക്ക് ഇനി അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പം നമ്മൾ പിള്ളേരുടെ കിടപ്പ് കാര്യം പറഞ്ഞു അത് ഇത്രത്തോളമായി അല്ലേ. അപ്പൊ ഇന്ന് ഇതാണ്. പിന്നെ നമ്മുടെ കൊഴുവ പീര ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെന്താ പുളിശ്ശേരി ഉണ്ട്. പിന്നെ ഒരു കറി ഉണ്ടാക്കി വെക്കണം എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ താലമുണ്ട്, അപ്പൊ അതിന് വൈകിട്ട് പോകണം എന്നുള്ളത്. അപ്പൊ ആ താലത്തിന് വൈകിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കറിയൊക്കെ പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമുക്ക് ഒരു രക്ഷ എനിക്ക് എവിടെ പോയാലും ഞാൻ നേരത്തെ എല്ലാം ഉണ്ടാക്കി വെക്കും. ചപ്പാത്തി ആക്കാന്ന് വിചാരിച്ചു, ചപ്പാത്തി കറി ഉണ്ടാക്കിയാണ് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഇന്ന് ഉച്ച വരെ ഉള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഉച്ചക്കലത്തെ പണിയെല്ലാം കഴിഞ്ഞു. വൈകിട്ടത്തേക്കുള്ള 11 മണി ആയതേ ഉള്ളേ. വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിയുടെ കറി വെക്കുവാണ്. കാരണം ഞാൻ പറഞ്ഞ താലത്തിന് പോണം, ഞാൻ വെച്ചില്ലെങ്കിൽ ആര് വെക്കാനാ. അപ്പൊ വെച്ചിട്ട് പോകാലോ. ചപ്പാത്തി ഞാൻ വിചാരിച്ചു മേടിച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി, ചേട്ടൻ ചൂടാക്കിക്കോളും. അപ്പൊ കറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, സബോള, പിന്നെ എന്തായാലും ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും കൂടെ നന്നായിട്ട് കുക്കറിനകത്തിട്ട് അടിച്ച് പൊട്ടിച്ച് വേവിക്കുക. ഒരു മിനിറ്റ് തവിയൊക്കെ എടുത്തിട്ട് വേവിക്കുക. വേവിച്ചേച്ച കടുകും വറുത്ത് പച്ചമുളകും കയറി ഇടണേ, കരിവേപ്പില ഇടണം, പിന്നെ കടുകും വറ്റലമുളകും കൂടെ വറുത്ത് ഇതിനെ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഒഴിച്ചൊക്കെ ഒന്ന് കഴിയുമ്പോൾ അയ്യേ ഇതെന്നാ വൃത്തികെട്ട കറിയാണ്. പക്ഷെ അടിപൊളിയാണ്, നല്ലതായിട്ട് പറ്റി വരുന്നിടം വരെ ക്ഷമയോടുകൂടി നിൽക്കണം. എല്ലാവരും വെക്കുന്നതായിരിക്കും നല്ല സൂപ്പർ കറി, അത് വെച്ച് വെക്കണം. അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി നിന്ന് നന്നായിട്ട് ചെറിയ തീയിട്ട് പറ്റിച്ചതിന് ശേഷം തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിക്കുക. തേങ്ങാപ്പാല് പിഴിയാൻ മടിയുള്ളവര് പശുവും പാല്, ഏത് പാലാണ് ഉള്ളതെന്ന് വെച്ചാൽ മിൽമാപ്പാലാണെങ്കിൽ മിൽമാപ്പാൽ അങ്ങോട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഉപ്പെല്ലാം ഇട്ടാണ് ഞാൻ വേവിച്ചത്. ഉപ്പിടാതെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്നിച്ച് ഞാൻ വെച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. നല്ല സൂപ്പർ കറിയാട്ടോ. ഞാൻ എപ്പോഴും ഇതാ വെക്കുന്നത്, എളുപ്പമുണ്ടല്ലോ, നമുക്ക് എളുപ്പമുണ്ട്. ഇതാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ. ഞാനിപ്പോൾ കുക്കറും കൊണ്ട് എങ്ങോട്ടായിരുന്നു കഴുകാൻ പോയത്, ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവെക്കാൻ പോയി. തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഞാൻ വൈകിട്ട് താലത്തിന് എടുക്കുന്ന സെറ്റ് കാണിക്കട്ടെ, സെറ്റും ബ്ലൗസും കാണിക്കട്ടെ. ബ്ലൗസ് എല്ലാവരും ഒരുപോലത്തെ ബ്രൗൺ മാത്രമേ ഇടാവുള്ളൂ. പക്ഷെ എനിക്ക് കുടുക്കൈയുള്ള ബ്രൗണേ ഇരിപ്പുള്ളൂ, വേറെ കൈയുള്ള ബ്രൗൺ എനിക്ക് ഇത്രയും കൈയുള്ള എല്ലാത്തിനും ഇഷ്ടം. അതാണ് ഇത്, കുഴപ്പമില്ല. ഓണത്തിന് ഞാൻ എൻ്റെ ഓണം വീഡിയോ എടുത്ത് നോക്കിയാൽ മതി എൻ്റെ. അപ്പം ആ ബ്ലൗസാണ് സെറ്റും, അത് അങ്ങനത്തെ സെറ്റ് 2 കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ ബ്രൗണിന് കശോ സെറ്റ് മാത്രമേ പറ്റുള്ളൂ, എല്ലാവരും ഒരുപോലെ ഇരിക്കണം പറഞ്ഞേക്കുന്നത്, അമ്പലത്തിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ എടുത്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഞൊറിവിടണം. ഞൊറിവ് ഇങ്ങനെ ഇട്ടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടുമ്പോഴത്തേക്ക് തിരിഞ്ഞായിരിക്കും. എനിക്ക് ഇന്ന് വരെ സാരിയും ഇതിൻ്റെ ഒന്നും അറിയത്തില്ല. എൻ്റെ മൂത്ത ചേച്ചിയാണ് ഞങ്ങളെ രണ്ടുപേരെയും, രണ്ടാമത്തെ ചേച്ചി എന്നെയും കൂടെ അണിയിച്ചൊരുക്കി എവിടെയും കൊണ്ടുപോകുന്നത്. അവൾക്ക് നല്ല അടിപൊളിയായിട്ട് സാരി ഉടുക്കാൻ അറിയാം. അപ്പം ഞങ്ങൾ ഇങ്ങനെ നിന്ന് കൊടുത്തേച്ചാൽ മതിച്ചു. അവളെ എപ്പോഴാണ് അവിടെ കാര്യം ഓർക്ക് ദൈവമേ അവണ്ടായിരുന്നെങ്കിൽ എന്നെ നല്ല ഉടുപ്പിച്ച് കിട്ടും. അവൾക്കും അവിടെ അമ്പലത്തിൽ ഉത്സവവും താലവും എല്ലാം ഉണ്ട്. അപ്പം സാരിയില്ല, നമുക്ക് അറിയാവുന്ന പോലൊക്കെ ചെയ്യാല്ലേ. പിന്നെ യൂട്യൂബെല്ലാം എടുത്ത് വെച്ച് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ റെഡിയൊക്കെ ആക്കിയിട്ട് ഒക്കെ ചെയ്യുന്നു. ഏത് രീതിയിലാവുമെന്നൊന്നും അറിയില്ല. 5:30 അവിടെ ചെല്ലണമെങ്കിൽ ഒരു 4 മണിയാകുമ്പോഴേ ഞാനിവിടെ അടുക്കാനൊക്കെ തുടങ്ങും, അല്ല എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ എടുത്തോണ്ട് വരാം. ഇതാണ് സെറ്റ് കേട്ടോ. ഏതായാലും തേച്ച വഴി തന്നെ ഇരിപ്പുണ്ടായിരുന്നു, ഉടുക്കാറില്ലല്ലോ. പണ്ടുടുത്തിട്ട് ഓണത്തിന് ഉടുത്തിട്ട് ഇപ്പഴെടുക്കുന്നത് കേട്ടോ. ഒന്നാമതില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങൾക്കൊക്കെ അമ്പലത്തിലും ഇവിടെ ഒക്കെ പോകുന്നതിന് ഈ സെറ്റും ഇതൊക്കെയാണ് നല്ലത്. അതെല്ലാം എനിക്കറിയാവേ. ഓരോരുത്തരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിലൂടെ, അമ്പലത്തിൽ പോയപ്പോൾ സെറ്റ് കൊടുക്കാൻ വേണ്ടി. എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല, എനിക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ടാ ഇതാ കൊടുക്ക കൈ ഇങ്ങനത്തെ കൈ കണ്ട. ഇതാണ് എൻ്റെ
ഇന്നത്തെ താലത്തിന്റെ നോക്ക പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. എന്നിട്ട് താളത്തിനകത്തോട്ടിടാം. ഓക്കെ, ഉടുത്തെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞ ഉച്ച വരെയുള്ള എൻ്റെ എല്ലാ പരിപാടിയും ഇങ്ങനെ ഇത് ഞാനിതിന് അടുക്കിയൊക്കെ വെക്കട്ടെ. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു. ഇന്ന് ഇതുവരെയുള്ള പണികളൊക്കെ ഉള്ളായിരുന്നു. ഉച്ച കഴിഞ്ഞത്തെ ഒന്നും എടുക്കുന്നില്ല. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരെങ്കിലും ഹായ് പറയാനുണ്ടല്ലേ? അപ്പം അതുകൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ നിർത്താം കേട്ടോ. അപ്പം എന്നോടൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിനോജിന് ഒരു വലിയ ഹായ്, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. പിന്നെ ജോമോൾ സിബി, അത് പുള്ളിക്കാരിയും പറഞ്ഞിട്ടുണ്ട് ഹായ് പറയണമെന്ന്. ഹായ്, കെട്ടിപ്പിടിച്ച അക്കര ഉമ്മ. കാരണം നമ്മൾ നേരത്തെ എടുത്ത കമൻറ്റിൻ്റെ അടിയിൽ പോയി ഹായ് ഉള്ളതൊക്കെ ഞാനിനി എഴുതി വെക്കാവേ. ഹായ് തരാൻ പറഞ്ഞേക്കുന്നത് ഇത്തിരി തിരക്കായതുകൊണ്ടാണ് അതൊന്നും എഴുതി വെക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഈ രണ്ടുപേരുടെ ഞാനിങ്ങനെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിടത്തില്ലേ, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പഴയതിൻ്റെ ഒക്കെ ഇനിയും കിടപ്പുണ്ട്. ആരാണ്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്ര നാളായി ഒരു ഹായ് ചോദിച്ചിട്ട് ഇതുവരെ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയില്ല, ഞാൻ നോക്കിയിട്ട് ഞാൻ തന്നോളാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു സുശീലെ കാണുന്നില്ല, ഇപ്പം മോളവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ആയൂർ പ്ലാവിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.